കോൺഗ്രസ് നടത്തിയ പീച്ചി പോലീസ് സ്റ്റേഷൻ മാർച്ചിൽ സംഘർഷം. പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളും നടന്നു. റോഡിൽ കുത്തിയിരുന്ന പ്രവർത്തകർ പ്രതിഷേധിച്ചു. കൂടുതൽ വിവരങ്ങളുമായി അഗസ്റ്റിൻ ചേരുന്നു. അഗസ്റ്റിൻ, എന്താണ് നിലവിലെ സാഹചര്യം? പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയോ? സൂര്യ, നിലവിലെ സാഹചര്യം പ്രവർത്തകർ അതിരൂക്ഷമായ സമരത്തിന് ശേഷം സമാധാനപരമായി പിരിഞ്ഞു പോവുകയാണ് ഉണ്ടായത്. ഇന്ന് ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് പീച്ചി സ്റ്റേഷനിൽ, പട്ടിക്കാട് സെന്ററിലുള്ള പീച്ചി പോലീസ് സ്റ്റേഷനിലേക്ക് പാണഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ച് നടത്തിയത്. പോലീസ് സ്റ്റേഷന്റെ പോലീസ് വളരെ ശക്തമായ ബന്ദോബസ്ത് ഉയർത്തി, ബാരിക്കേഡ് ഉയർത്തി പട്ടിക്കാട് സെന്ററിന് സമീപത്ത് വെച്ച് തടയാൻ ശ്രമിച്ചെങ്കിലും കോൺഗ്രസ് പ്രവർത്തകർ മറ്റൊരു വഴിയിലൂടെ, അതായത് നേരത്തെ തടയാൻ വിചാരിച്ചിരുന്ന ദിശയ്ക്ക് എതിർവശത്തുകൂടെ വന്നത് പോലീസിനെ ആശയക്കുഴപ്പത്തിലാക്കി. അതുകൊണ്ട് തന്നെ പോലീസ് ബാരിക്കേഡിന്റെ അടുത്ത് നിന്നിരുന്ന പോലീസുകാരെല്ലാം ഓടി വന്ന് ഒരു മനുഷ്യ മതിൽ തീർത്താണ് ഈ പോലീസ് കോൺഗ്രസിന്റെ മാർച്ച് തടഞ്ഞത്. തടഞ്ഞപ്പോൾ പ്രവർത്തകരും പോലീസുമായി രൂക്ഷമായ ഉന്തും തള്ളും നടന്നു. ഒരു പ്രവർത്തകൻ പോലീസിന്റെ കയ്യിൽ നിന്ന് ചൂരൽ വാങ്ങി ഒടിക്കുന്ന ഒരു സ്ഥിതിവിശേഷം വരെ ഉണ്ടായി. അങ്ങനെ അല്പനേരത്തേക്ക് ഉന്തും തള്ളും ശക്തമായി തുടരുകയും പിന്നീട് നേതാക്കൾ, അതായത് DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് ഇടപെട്ട് പ്രവർത്തകരെ ശാന്തരാക്കുകയും തുടർന്ന് DCC പ്രസിഡന്റ് മാർച്ച് ഉദ്ഘാടനം ചെയ്യുകയുമായിരുന്നു. ഇതിനെ തുടർന്ന് അല്പനേരത്തേക്ക് രൂക്ഷമായ പ്രസംഗങ്ങളും നടക്കുകയുണ്ടായി. അതായത് മുഖ്യമന്ത്രി പിണറായി വിജയൻ പോലീസിനെ ഇങ്ങനെ കയറൂരി വിടുകയാണെങ്കിൽ തെരുവിൽ പോലീസിനെ നേരിടേണ്ട സാഹചര്യം ഉണ്ടാവുമെന്നും, അതുപോലെ തന്നെ എല്ലാ പോലീസ് സ്റ്റേഷനുകളിലെയും CCTV ദൃശ്യങ്ങൾ വിവരാവകാശ നിയമപ്രകാരം ശേഖരിച്ച് അതിൽ നോക്കി അതിലെ കുറ്റകൃത്യങ്ങൾക്കെതിരെ ശക്തമായ നടപടിയുമായി കോൺഗ്രസ് മുന്നോട്ട് വരുമെന്നും, ഓരോ പ്രതികളായ ഓരോ പോലീസുകാരുടെയും ചിത്രങ്ങൾ തെരുവുകളിൽ പതിക്കുമെന്നും DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് മുന്നറിയിപ്പ് നൽകുകയുണ്ടായി. അതിനുശേഷം അല്പനേരം രാജേന്ദ്രൻ അരങ്ങത്ത്, KC അഭിലാഷ് തുടങ്ങിയവർ സംസാരിച്ചതിന് ശേഷം യോഗം സമാധാനപരമായി മാർച്ച് പിരിയുകയാണ് ഉണ്ടായത്. സൂര്യ, ഈ സംഭവങ്ങൾ, അതായത് കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ നടന്ന കസ്റ്റഡി പീഡനത്തെ തുടർന്നാണ് രണ്ടാമത്തെ സംഭവമാണ് പീച്ചി പോലീസ് സ്റ്റേഷനിൽ നടന്നതായി പുറത്തു വന്നത്. അതിനെ തുടർന്നാണ് ഈ കോൺഗ്രസ് പോലീസിനെതിരെയുള്ള പ്രക്ഷോഭം സംസ്ഥാന വ്യാപകമാക്കാനുള്ള ഒരു നീക്കത്തിലേക്ക് കടന്നത്. സൂര്യ. ശരി അഗസ്റ്റിൻ, തൃശൂർ പീച്ചി പോലീസ് സ്റ്റേഷനിൽ ഹോട്ടൽ മാനേജറെയും ഉടമയുടെ മകനെയും മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് നടത്തിയ പീച്ചി പോലീസ് സ്റ്റേഷൻ മാർച്ചിൽ നേരിയ സംഘർഷം. പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളും നടന്നു. സമഗ്ര വിവരങ്ങളാണ് അഗസ്റ്റിൻ നൽകിയത്.